ഭക്തിസാന്ദ്രം സന്നിധാനം ശബരിമലയിൽ മാളികപ്പുറത്തിന് സമീപം പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ ഇന്ന് പ്രതിഷ്ഠ നടക്കും. 12-നും 11 മണിക്കും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ കർമ്മം നടക്കുന്നത്. തന്ത്രി കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇന്ന് ചടങ്ങുകൾ. പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. ഭക്തിസാന്ദ്രമായ പൂജകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അതിലേറെ ശ്രദ്ധേയം പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിലാണ് ഇന്ന് പ്രതിഷ്ഠ നടക്കുന്നത്. മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് ചടങ്ങുകൾ? വിഷ്ണു, പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ ഇന്ന് പകൽ 11-നും 12-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റ് പൂജകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശുദ്ധിക്രിയകൾ, ബിംബശുദ്ധിക്രിയകൾ, മറ്റ് കലശമടക്കമുള്ള ചടങ്ങുകളാണ് പൂർത്തിയാക്കിയത്. തന്ത്രി കണ്ഠര് രാജീവരുടെ മുഖ്യ കർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നത്തെ പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പൂജകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഗണപതി ഹോമം, ശയ്യയിൽ ഉഷപൂജ അടക്കമുള്ള മരപ്പാണി അടക്കമുള്ള പൂജകൾക്ക് ശേഷമാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ചടങ്ങുകൾ നടക്കുന്നത്, പ്രതിഷ്ഠാ കർമ്മം നടക്കുന്നത്. അഭികാമ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ മാറ്റി സ്ഥാപിക്കണമെന്ന ദേവപ്രശ്ന വിധിയുടെ അടിസ്ഥാനത്തിലാണ് മാളികപ്പുറത്തിന് സമീപത്തേക്ക് ഈ പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് ശ്രീകോവിലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 25ഓളം ശില്പികളുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ സ്വദേശിയായ മഹേഷ് പണിക്കർ മുഖ്യ ശില്പിയായാണ് ഒരു മാസം കൊണ്ട് ഈ നവഗ്രഹ ശ്രീകോവിലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കൽത്തൂണുകളും 12 ടൺ ഭാരമുള്ള 4 കൃഷ്ണശിലകളിലുമാണ് ക്ഷേത്രത്തിൻ്റെ പഞ്ചവർഗ തറയും പീഠവും കൊത്തിയിരിക്കുന്നത്. ഈ കൽത്തൂണുകളെ പഞ്ചവർഗ തറയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നാഗബന്ധന പൂട്ട് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ നാഗബന്ധന പൂട്ട് ഈ പൂട്ടിലാണ് ഈ പഞ്ചവർഗ തറയെയും കൽത്തൂണുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലുമൊക്കെയുള്ള തരത്തിലുള്ള നാഗബന്ധന പൂട്ട് ഈ ശ്രീകോവിലിൻ്റെ പ്രത്യേകതയാണ്. നാഗർകോവിൽ നിന്ന് കൃഷ്ണശിലകൾ എത്തിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 600 ക്യൂബിക് അടി നിലമ്പൂർ തേക്കാണ് തടിപ്പണികൾക്ക് ഉപയോഗിച്ചത്. 28 കഴുക്കോലുകളാണ് ഈ ശ്രീകോവിലിനുള്ളത്. 27 നക്ഷത്രങ്ങളെയും മകരവിളക്കിൻ്റെ മുഹൂർത്തം കണക്കാക്കുന്ന അഭിജിത്ത് നക്ഷത്രത്തെയുമാണ് ഇവ പ്രതിനിധീകരിക്കുന്നത്. കഴുക്കോലുകളുടെ പുറത്തേക്കുള്ള ഭാഗത്ത് ഗജവാളികളുടെ രൂപം കൊത്തിയിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് അഭിമുഖമായിട്ടാണ് പണിതിരിക്കുന്നത്. ഇങ്ങനെ നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് ഈ നവഗ്രഹ ശ്രീകോവിലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇനി ഇന്ന് 11-നും 12-നും മധ്യേയുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ കാർമ്മികത്വത്തിൽ ഇതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ ശ്രീകോവിലിൽ നിന്നും നവഗ്രഹ പ്രതിഷ്ഠകൾ മാറ്റി അതിനെ ബിംബശയ്യയിലേക്ക് മാറ്റി. ബിംബശയ്യയിലാണ് ഇപ്പോൾ വിഗ്രഹങ്ങൾ ഉള്ളത്. ബിംബശയ്യയിൽ ഉഷപൂജ അടക്കമുള്ള ചടങ്ങുകളാണ് രാവിലെ പൂർത്തീകരിക്കുന്നത്. ഗണപതി ഹോമവും ബിംബശയ്യയിൽ ഉഷപൂജയും മരപ്പാണിയും അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചാണ് ഈ പുതിയ നവഗ്രഹ ശ്രീകോവിലേക്ക് വിഗ്രഹങ്ങൾ മാറ്റി പ്രതിഷ്ഠിക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ ഈ താഴികക്കുട പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ ഇന്നലെ പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റ് അനുബന്ധ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇത്തവണ 3 ദിവസത്തേക്ക് ശബരിമല നട തുറന്നിരിക്കുന്നത്. ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. പിന്നീട് 16-ാം തീയതി കർക്കിടക മാസ പൂജകൾക്ക് വേണ്ടി 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. ഇങ്ങനെയാണ് ഈ തവണ 3 പ്രാവശ്യം ശബരിമല നട തുറക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുമുള്ള ഒരു മാസമാണ് ഈ ജൂലൈ മാസം. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ ചടങ്ങുകൾക്ക് തുടക്കമാകും. വിഷ്ണു. ശരി, മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.